നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ആ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ വൈബ് ഉണ്ടാക്കി നിങ്ങൾ രണ്ടുപേരാണ് എന്നോട് ടോബി പറഞ്ഞു. ഞാൻ ഫോൺ ചെയ്തപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന സമയങ്ങളിൽ കോമഡികൾ പറഞ്ഞ് ആളുകളെ ചിരിപ്പിച്ച് ഏറ്റവും കൂടുതൽ ടോബിയെ കളിയാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനൊന്നുമില്ല. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് ഇവനാണ്, സിജു ആണ്. എല്ലാരും കളിയാക്കും, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. പക്ഷെ നമ്മൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ടോബി പൈസ ഒക്കെ മുടക്കിയിരിക്കുന്ന ആളാണ്. ടോബിയെ കുറിച്ച് നിങ്ങൾ അവിടെ വളരെ മോശമായ രീതിയിലും ടോബി ഇല്ലാത്തവരെ കുറിച്ച് നമുക്ക് ഉള്ളതല്ലേ പറയാൻ പറ്റൂ. ഉള്ളതല്ലേ പറയാൻ പറ്റൂ. അയാളുടെ അടുത്ത് പറയാൻ പറയും, ഞാൻ അങ്ങനെ അല്ലാന്ന് പറയാൻ പറയും, അയാൾ പറയില്ല. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ജീവിച്ചു പോകണം. ഇത് രാത്രി മുഴുവൻ ഉറങ്ങാണ്ടിരിക്കണമല്ലേ, എളുപ്പമല്ല. ഒന്നല്ല രണ്ടല്ല, 50, 55, 60 ദിവസത്തോളം രാത്രി ഷൂട്ടായിരുന്നു. രാവിലെ 6 മണി വരെ ഇരിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഈ ഉറക്കവും ക്ഷീണവും കളയുന്നതൊക്കെ. 1 മണിക്കൂർ ഉറങ്ങിയിട്ട് തിരിച്ചു വന്ന് അഭിനയിക്കാൻ എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്ന് ഞങ്ങൾ ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി പഴയ സിനിമാ കഥകളും ഇതൊക്കെ ചെയ്യാം. നല്ല എന്തെങ്കിലും എല്ലാ ഷോട്ടിലും എല്ലാവരും ഉണ്ടാവും. ഷോട്ട് റെഡി എല്ലാവരും അങ്ങോട്ട് പോകുന്നു, എല്ലാവരും അങ്ങോട്ട് പോകുന്നു. പിന്നെ വീണ്ടും ഈ സുരേഷേട്ടനാണ് ഇതിനു മുമ്പ് സിനിമയില് അഭിനയിച്ചിട്ടില്ല? ഇല്ലല്ലോ, ആദ്യമായിട്ടല്ലേ. ആ ഒരു എക്സ്പീരിയൻസ് വലുതായിരുന്നല്ലേ സുരേഷിന്റെ കൂടെ? നമുക്കറിയാം സുരേഷിന്റെ സിനിമകളെല്ലാം നമ്മൾ നേരത്തെ ചോദിച്ച പോലെയാണ്. സുരേഷിന്റെ സിനിമകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, എത്രയോ ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? സുരേഷ് ചേട്ടന് നമ്മൾ അഭിനയിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെയായിരുന്നു നമ്മൾ പണ്ട് സിനിമകൾ കണ്ടിട്ടുള്ള വില്ലൻ ആ രൂപവും ആ ഒരു സൈസൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു അയ്യോ ഇടിച്ചിടിക്കുമോ പറയണ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ പറയുന്ന ഇങ്ങനത്തെ ഭയങ്കര വൃത്തികെട്ടവനായിട്ടുള്ള കണ്ണൊക്കെ ചുമപ്പിച്ച് വന്നിട്ട് ഔ എന്നൊക്കെ പറയണ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആയിട്ട് വരുന്ന റോളുകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ സുരേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ് പേടിച്ചിട്ടുള്ള റോളുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് അതിപ്പോഴും അതിൻ്റെ നമുക്ക് പേഴ്സണലി അങ്ങനെ പരിചയമില്ലാത്തത് കൊണ്ടൊക്കെ ഉള്ള മുമ്പും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇങ്ങനെ അടുത്ത് ഇടപഴകുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സുരേഷ് ഏട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുമായിട്ടും പെട്ടെന്ന് മിങ്കിളാവുന്ന, എല്ലാവരുമായിട്ടും പെട്ടെന്ന് ജെല്ലാവുന്ന, എല്ലാവരെയും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും അതിന് ഒരു റെഫറൻസുകൾ ഉണ്ടാവും, ഒരു കോൺടാക്ട് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടോ, അത് എനിക്കൊരു പരിചയമുള്ള ഒരാളുണ്ട്, ഞാൻ നമ്പർ തരാം, അയാളെ വിളിച്ചാൽ ഞാൻ വിളിച്ച് പറയാം, ഇങ്ങോട്ടൊരു യാത്ര പോകുന്നുണ്ട്, അപ്പോൾ അവിടെ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അവൻ എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തോളും, ഞാൻ ചെയ്തു തരാം, എങ്ങോട്ടെങ്കിലും പോയാൽ എത്തിയോ, കൃത്യമായിട്ട് സ്ഥലത്തൊക്കെ എത്തിയോ എന്നൊക്കെ വിളിച്ച് ചോദിച്ച് എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്ന സൗഹൃദങ്ങളൊക്കെ ഒരുപാടുള്ള സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനെയല്ല റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന സുരേഷ് ഏട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഈ ബേസിലിന്റെ ചിരിയാണ് ഹൈലൈറ്റ് എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും. ആ ഒരു ചിരിയെ കുറിച്ച് സുരേഷ് ഏട്ടൻ്റെ അഭിപ്രായം എന്താണ്? മലയാള സിനിമയിൽ അങ്ങനത്തെ ഒരു ചിരിയില്ലാന്ന് തോന്നുന്നു. കാരണം ഇത്രയും അത് ഉള്ളിൽ നിന്ന് വരുന്ന ചിരിയാണ്. നമ്മൾ ബാക്കി പലരുടെയും ചിരി കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു അഭിനയം അല്ലെങ്കിൽ ഒരു ഇതുണ്ടായിരിക്കും. ഇത് ചിരി തുടങ്ങി നിർത്താൻ പറ്റില്ല ബേസിലിന്. അങ്ങനെ എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലെൻ്റെ ഭാര്യ മക്കളെല്ലാവരും പറയുന്നൊരു കാര്യം, ബേസിലിൻ്റെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ചിരി ഞാൻ അടുത്ത കാലത്തൊന്നും ആരുടെയും കണ്ടിട്ടില്ല. അത് ലൊക്കേഷനിൽ ഈ ചിരി നമ്മൾ 2 കാരവനിലാണെങ്കിൽ അപ്പുറത്തെ കാരവനിൽ ഈ ചിരിയാണ് ഇവിടെ കേൾക്കാൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും, എന്തേത് ഐറ്റം കിട്ടിയിട്ടുണ്ടോ വെച്ചാൽ അങ്ങോട്ട് പോകും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.